ഫ്രണ്ട്സ്, വരൂ നമുക്ക് പഠിക്കാവുന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒരു വെറൈറ്റി ഐറ്റമാണ്. നമ്മളൊരു ബിസ്ക്കറ്റ് കൊണ്ട് ദോശ ഉണ്ടാക്കാവുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിനി ഇതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. ആദ്യം നമുക്ക് മെയിൻ ഐറ്റമായ ബിസ്ക്കറ്റ്, അതും വെറും ബിസ്ക്കറ്റല്ല, നമ്മുടെ പാർലേജി ബിസ്ക്കറ്റാണ്. ജി 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 ഓക്കെ. അപ്പോൾ പാർലേജി ബിസ്ക്കറ്റ് അതിൻ്റെ 10ൻ്റെ 2 കവർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. പഞ്ചസാര കുറച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാര. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പാല്, വെറും പാലല്ല, മിൽമ പാൽ. അപ്പോൾ ഏറ്റവും ശുദ്ധമായ പശുവിൻ പാലാണ് മിൽമ പാൽ. ഓക്കെ, അപ്പോൾ മിൽമ പാലിൻ്റെ 1/2 ലിറ്ററിൻ്റെ പാലെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത് മെയിൻ ടൂളായ നമ്മുടെ കത്തി ആവശ്യമുണ്ട്. ഓക്കെ, നമ്മുടെ മെയിൻ ടൂളായതുകൊണ്ട് ചാനലിൽ നിന്ന് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. അടുത്ത് നമുക്കൊരു പാത്രം വേണം. പിന്നെ ദോശ ഇളക്കാൻ സഹായിക്കുന്ന ചട്ടുകം വേണം. അത് കഴിഞ്ഞ് ദോശക്കല്ല്, അടുപ്പ് എല്ലാം നമ്മൾ അടുത്ത് കാണിക്കാം. ഇത്രയും സാധനമാണ് മെയിനായിട്ട് നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമുള്ളത്. ഇനി നമുക്കിതിൻ്റെ കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളടുത്ത ജിയെ പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ജിയെ പൊട്ടിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ മെയിൻ ടൂൾ എടുക്കാം. മെയിൻ ടൂളിൻ്റെ പിറകു ഭാഗം എടുക്കാം. പൊട്ടി. ഓക്കെ, ഇനി നമ്മൾ മെയിൻ പൊട്ടിച്ചിട്ട് നമുക്കിതിനെ ജാറിലേക്ക് ഇടണം. നമുക്ക് ജാറിലേക്ക് ഇടുന്നതിന് മെയിൻ ടൂൾ ആവശ്യമുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് പൊട്ടിച്ച് ജാറിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് മെയിൻ ടൂൾ എന്ന് പറഞ്ഞത് കൊണ്ടാണ് മെയിൻ ടൂൾ കാണിക്കുന്നത്, അല്ലാതെ മെയിൻ ടൂളിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് കൈവച്ച് പൊട്ടിച്ചിടാന്നേ ഉള്ളൂ. പിന്നെ മെയിൻ ടൂളിന് എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ, അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ടൂളിനൊരു പണി കൊടുക്കുന്നത്. നമുക്കിനി എന്നെ പൊടിച്ചിട്ട് കാണാം. നമ്മൾ 1 കവർ ബിസ്ക്കറ്റിന് നമ്മൾ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു 2 സ്പൂൺ പഞ്ചസാര ഇടാം. ഓക്കെ, 2 കുറഞ്ഞ് പോയി, ഒന്നുകൂടെ ഇടാം. ഓക്കെ, ഇനി 3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമുക്കിനി പൊടിച്ചെടുക്കാം. ഇനി ഓക്കെ, അങ്ങനെ നമ്മൾ ബിസ്ക്കറ്റിനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കട്ട, ഒരു ബിസ്ക്കറ്റ് നമ്മളിപ്പോൾ എടുത്തുള്ളൂ. ഓക്കെ, നമുക്കിനി ഇതിനെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് ദോശയുടെ പരുവത്തിന്. നമുക്കിനി പാലൊഴിക്കാം. പാലിത്ര ആവശ്യമില്ല, പിന്നെ വാങ്ങിച്ചപ്പോൾ 1 ലിറ്റർ വാങ്ങിച്ചെന്നേ ഉള്ളൂ. ചെറിയ ഓട്ട ഇട്ടാൽ മതി. ഓക്കെ, അപ്പം പാലൊഴിക്കാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല, ക്യാമറമാനും പറ്റത്തില്ല, കാരണം അവന് വീഡിയോ പിടിക്കണം. അവിടെ നമുക്കൊരു സുഹൃത്തിനെ വിളിക്കുകയാണ്, മിസ്റ്റർ നിതിൻ. കമോൺ നിതിൻ്റെ. നമസ്കാരം. ഹായ്. ഓക്കെ, അപ്പോൾ നിതിൻ്റെ കയ്യിൽ ഞാൻ ഈ പാൽ ഒഴിക്കുകയാണ്. പയ്യെ ഒഴിക്കണേ, പാൽ ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെറുതായിട്ട് ഇതിൽ പാലൊഴിക്കുക. മതി. നമ്മുടെ പാല് കുറച്ച് കളഞ്ഞിട്ടുണ്ട്, അത് കുഴപ്പമില്ല. നമ്മൾ ദോശ ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന സൈസ് ആ പാകത്തിനാണ് നമ്മൾ മിക്സ് എടുക്കേണ്ടത്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് മയപ്പെടുത്തി വരാനുണ്ട്. ഓക്കെ, ഒഴിച്ചോളൂ. ഓക്കെ, മതി. മതിയോ? നമ്മുടെ പാലിന് കുറച്ച് നല്ല മിക്സ് ചെയ്തെടുക്കാറുണ്ട്. ഇപ്പോൾ കലക്കി കൊണ്ടുന്ന സമയത്താണ് ഒരു ഐഡിയ തോന്നുന്നത്, കുറച്ച് ഹോർലിക്സും കൂടെ ഇടാമെന്ന്. അങ്ങനെ നമ്മൾ ഹോർലിക്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഹോർലിക്സ് ഇടാം. ഇതിന് കുറച്ച് ഹോർലിക്സ് ഇട്ടോ, കുറച്ചുകൂടെ കേട്ടോ. എത്ര തട്ടിക്കോ? കുറച്ചുകൂടെ കേട്ടോ. ഓക്കെ, ഹോർലിക്സിൻ്റെ ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടി നമ്മൾ ഹോർലിക്സ് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഇതിൻ്റെ പേര് പറഞ്ഞിട്ട് ഹോർലിക്സ് ബിസ്ക്കറ്റ് ദോശ എന്ന് നമുക്കിതിനെ പിടിക്കാം. ഓക്കെ, നമുക്കിനി ഇതിനെ ചുട്ടെടുക്കാനുള്ള പരിപാടിയിലാണ്, അതിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിനി അടുപ്പ് കത്തിക്കാം. അതിന് വേണ്ടി തീപ്പെട്ടി എടുത്തിട്ടുണ്ട്. തീപ്പെട്ടി ഉപയോഗിച്ച് അടുപ്പ് കത്തിക്കണം. നമ്മൾ ചൂട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല ചൂടായതുകൊണ്ട് ഒരു തിരി തന്നെ അടിപൊളിയായിട്ട് കത്തി വന്നിട്ടുണ്ട്. കത്ത് വാ. നമുക്കിനി ഈ ദോശക്കല്ല് ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. തീ നല്ല കത്തുകയാണ്. വെയിറ്റിംഗ് ഫോർ ദോശക്കല്ല് ചൂടാവാൻ.
കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ പരത്തിയിട്ട് നമുക്ക് കല്ല് ചൂടായി ഇതിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് ദോശയ്ക്കുള്ള മാവ് നമുക്ക് ഒഴിക്കാം. നമ്മുടെ ദോശ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കിനി മറിച്ചിടാം. അങ്ങനെ നമ്മുടെ അവസാനത്തെ ദോശ നമ്മളിതാ എടുക്കുകയാണ്. നമ്മുടെ ബിസ്ക്കറ്റ് ദോശ റെഡി. ഓക്കെ, നമ്മുടെ ബിസ്ക്കറ്റ് ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കാണാം. നമ്മൾ ബിസ്ക്കറ്റൊക്കെ വെച്ച് നമ്മൾ ഡെക്കറേഷൻ ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കുകയാണ്. മിസ്റ്റർ അലൻ, കമോൺ ബ്രോ. അലൻ നമസ്കാരം ബ്രോ. കുറച്ച് നമ്മളെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ദിവസമായി ചേർക്കേ. ഓക്കെ, നിതിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എവരാണ് നമ്മുടെ ടേസ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എടുത്തോ, കഴിച്ചു. പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. കൊള്ളാം. ഇറങ്ങിയിട്ട് പറയാം. കൊള്ളാമല്ല? ബിസ്ക്കറ്റിന് ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ ഞാനിന്ന് കഴിച്ച് നോക്കാം. അത് പഞ്ചസാര വേണം നമുക്ക് എടുക്കാം. സൂപ്പർ. കൊള്ളാമല്ല? അത് കണ്ട് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഞാനും സൂപ്പർ എന്ന് പറയുന്നത്. കൊള്ളാം. എന്നാൽ ഗോതമ്പ് ദോശയും ബിസ്ക്കറ്റ് അങ്ങനെ ഇരിക്കും. അത് തന്നെ, കാരണം ബിസ്ക്കറ്റ് ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബിസ്ക്കറ്റ് ഹോളീസിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ട്. പിന്നെ കൊള്ളാം. ഓക്കെ, നമ്മുടെ അങ്ങനെ ഇന്നത്തെ വീഡിയോ വളരെ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിട്ടാണ് നമ്മുടെ സാധനം. നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. വെറും സിമ്പിളാണ്. വെറും പാല്, ബിസ്ക്കറ്റ്, ഇത് രണ്ടും പഞ്ചസാര, ഇത് മൂന്നും മതി. പിന്നെ ഫ്ലേവറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോർലിക്സും കൂടെ ചേർക്കാം, ബൂസ്റ്റ് വേണോ ചേർക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പഴയ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നത് എല്ലാവർക്കും ബൈ.